സാങ്കേതിക സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധിക്കിടെ ഇന്ന് നിർണായക സിൻഡിക്കേറ്റ് യോഗം. സർവകലാശാല ആസ്ഥാനത്ത് രാവിലെ 10 മണിക്കാണ് യോഗം. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് സർവകലാശാലയിൽ നിലനിൽക്കുന്നത്. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോരാണ് പ്രതിസന്ധിക്ക് കാരണം. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, സർവകലാശാലയിൽ വലിയ രീതിയിൽ തന്നെ VC സിൻഡിക്കേറ്റ് പോര് നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം എത്രത്തോളം നിർണായകമാണ്? ദിവ്യ, എന്തായാലും ഇന്ന് സിൻഡിക്കേറ്റ് യോഗം 10:30 കൂടിയാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ ഈ ഫിനാൻസ് വകുപ്പിന്റെ യോഗം വിളിച്ചപ്പോഴും അത് നടന്നിരുന്നില്ല. അത് കോറം തികയാതെ പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും സിൻഡിക്കേറ്റ് യോഗത്തിലും ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സർക്കാരിന്റെ പ്രതിനിധികളായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത നിലവിലില്ല. ഇതിൽ നേരത്തെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കിയത് കെ ശിവപ്രസാദിന്റെ VC ആയുള്ള നിയമനം അത് നിയമവിരുദ്ധമാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് സിൻഡിക്കേറ്റ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. മാത്രമല്ല, സർക്കാർ നിലവിൽ രണ്ടാമതും താൽക്കാലിക VC ആയി കെ ശിവപ്രസാദിനെ നിയമിച്ചതിനെതിരായി കോടതിയിലും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലെ ഹർജി ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും സിൻഡിക്കേറ്റ് യോഗം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഫിനാൻസ് കമ്മിറ്റി ഇത്തരത്തിലൊരു യോഗം ചേർന്നപ്പോൾ അതിലും സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വിട്ടുനിൽക്കുകയായിരുന്നു. 2 ഡീൻമാരും ആ യോഗത്തിൽ പങ്കെടുക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ആ യോഗം മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. SFIയുടെ വലിയ പ്രതിഷേധവും കഴിഞ്ഞ ദിവസം സർവകലാശാലയ്ക്കകത്തുണ്ടായിരുന്നു. ഈ ഇയർ ഔട്ട് സമ്പ്രദായം പൂർണ്ണമായും എടുത്തു മാറ്റണം എന്നുള്ള ആവശ്യമായിരുന്നു പ്രധാനമായും SFI എന്നും ഉന്നയിച്ചത്. 2 സെമസ്റ്ററുകളുടെ റിസൾട്ട് കൂടി പ്രഖ്യാപിക്കണം എന്ന ആവശ്യമുണ്ടായിരുന്നു. അത് അന്ന് താൽക്കാലിക രജിസ്ട്രാറുമായി നടത്തിയ ചർച്ചയിൽ അതിൽ ഒരു ഉറപ്പ് SFIക്ക് ലഭിക്കുകയും തുടർന്ന് ആ സെമസ്റ്റർ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും SFIയുമായി 2:30 VC ചർച്ച നടത്താമെന്ന ഉറപ്പും അന്ന് SFI നേതാക്കൾക്ക് നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2:30 ആ ചർച്ച കൂടി ഇന്ന് നടക്കും. എന്തായാലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ഒപ്പം തന്നെ ഭരണ പ്രതിസന്ധിയുമാണ് നിലവിൽ സാങ്കേതിക സർവകലാശാലയിൽ. ഇന്ന് എന്തായാലും സിൻഡിക്കേറ്റ് യോഗം ചേരുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തവണ കോറം തികയാതെ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ കഴിഞ്ഞിരുന്നില്ല.